നമസ്കാരം. ജീവിതത്തില് വലിയ വലിയ വെല്ലുവിളികൾ വരുമ്പോ അതിനെ നേരിടാൻ നമ്മളൊക്കെ എങ്ങനെയാവുന്ന റെഡിയാവുക? ആ ഒരു കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളെ ശരിക്കും ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവിക പദ്ധതിയെപ്പറ്റി. അപ്പോ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവം തന്റെ പ്രവാചകനായ ഇരമ്യാവിനോട് ചോദിച്ചതാണ്. അന്ന് ഇരമ്യാവ് ദൈവത്തിനു വേണ്ടി ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം പറയാണ്, ഇത് വെറുമൊരു തുടക്കം മാത്രാണെന്ന്. ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ, ഈ പഴയ ഒരു ചോദ്യത്തിന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ഓരോ ദിവസത്തെയും പോരാട്ടങ്ങളെക്കുറിച്ചുള്ള വളരെ ശക്തമായ ഒരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് കാളാളുകളും കുതിരകളും. ഇതൊരു രൂപകമാണ്, ഒരു മെറ്റഫർ. നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോ എന്താണ് ഈ കാലാളുകളോടൊപ്പം ഓടുന്നത്? അത് നമ്മുടെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലേ, ചെറിയ നിരാശകൾ, ചിലപ്പോൾ ഓഫീസിലെ ടെൻഷൻ, വീട്ടിലെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, അതൊക്കെയാണ് ഈ കാലാളുകൾ. പക്ഷേ കുതിരകളോട് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. അത് ജീവിതത്തിൽ വരുന്ന വലിയ പ്രതിസന്ധികളാണ്. ശരിക്കും നമ്മളെ ഉലച്ചു കഴിയുന്ന വലിയ കൊടുങ്കാറ്റുകൾ, വലിയ ഉത്തരവാദിത്തങ്ങൾ. അതാണ് സംഭവം. അപ്പോ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നേരിടുന്ന ഈ ചെറിയ ബുദ്ധിമുട്ടുകൾക്കൊന്നും ഒരു കാരണവുമില്ലാതെയല്ല വരുന്നത്. ഇത് ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾക്കായി ഒരുക്കുന്ന ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. ദൈവം നമ്മളെ പെട്ടെന്നൊരു ദിവസം വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടില്ല, അല്ലേ? ഇതൊരു ആഴത്തിലുള്ള ചോദ്യമാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. പലരും പറയാറുണ്ട്, ഒരു വലിയ പ്രശ്നം വന്നാൽ ഞാൻ തളരാതെ നിൽക്കുമെന്ന്. എന്നാൽ ദൈവം ചോദിക്കുന്നതിതാണ്, കാലാളുകളോടൊപ്പം ഓടുമ്പോൾ തന്നെ നീ തളരുകയാണെങ്കിൽ പിന്നെങ്ങനെയാ കുതിരകളോട് മത്സരിക്കുന്നത്? ചെറിയൊരു വാക്ക് കേട്ട് നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഒരു ദിവസം മടി കാണിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഇനി നമുക്ക് ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ സമാധാനകാലത്ത്, അതായത് കാര്യങ്ങളെല്ലാം ശാന്തമായിരിക്കുമ്പോൾ തയ്യാറെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സമാധാനമുള്ള ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോണാണ്. എന്നാൽ യോർദാന്റെ വൻകാട് എന്ന് പറയുന്നത് ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായി ഉറങ്ങരുത്. അതാണ് പോയിന്റ്. അപ്പൊ ഈ തയ്യാറെടുപ്പിനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമതായി, കാര്യങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് കൂടുതൽ അടുത്തു ചെല്ലുക. പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത കൊണ്ടുവരിക, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുക. കാരണം ഈയൊരു തയ്യാറെടുപ്പാണ് കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നമ്മളെ വീഴാതെ താങ്ങി നിർത്തുന്നത്. എന്തിനാണ് ദൈവം നമ്മളെ ഈ ചെറിയ ചെറിയ വെല്ലുവിളികളിലൂടെയൊക്കെ കടത്തിവിടുന്നത്? ഇതിന് പിന്നിൽ വളരെ വ്യക്തമായൊരു ദൈവീക പദ്ധതിയുണ്ട്. നമുക്ക് ആ പദ്ധതിയുടെ ഉദ്ദേശം എന്താണെന്നൊന്ന് നോക്കാം. ഇത് വളരെ വ്യക്തമാണ്, അല്ലേ? ദൈവത്തിന്റെ ലക്ഷ്യം നമ്മളെ തളർത്തുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ആത്മീയ ശക്തി കൂട്ടുക എന്നതാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ കാലാളുകളോടൊപ്പമുള്ള ഓട്ടം. അതുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ പോരാട്ടങ്ങളിൽ നമ്മൾ വിശ്വസ്തരായി നിന്നാൽ നാളത്തെ വലിയ യുദ്ധങ്ങളിൽ വിജയിക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. ശരി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിതിന്റെ അവസാനത്തെ സന്ദേശത്തിലേക്ക് വരാം. ഈ പരിശീലനത്തിന്റെയൊക്കെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചതിന്റെ എല്ലാം കാതൽ. നിങ്ങൾ ഇന്ന് നേരിടുന്ന ചെറിയ പരീക്ഷണങ്ങളെ ഒരു ഭാരമായിട്ട് കാണരുത്. പകരം അത് വലിയ വിജയങ്ങൾക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ പേഴ്സണൽ ട്രെയിനിംഗ് പ്ലാനായിട്ട് കാണുക. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ജീവിതം ചിലപ്പോൾ അത്ര എളുപ്പമൊന്നുമാകില്ല. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കുതിരകളോടൊപ്പം ഓടാനാണ്. പക്ഷെ ഭയപ്പെടേണ്ട. കാലാളുകളോടൊപ്പമുള്ള ഈ പരിശീലനം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ തീർച്ചയായും കുതിരകളോടൊപ്പവും ഓടി വിജയിച്ചിരിക്കും.